അമ്മയും വേസ്റ്റൊക്കെ കളയുവാനായിട്ട് മുത്തശ്ശിനെയും കൂട്ടി പുറത്തേക്കൊക്കെ പോയതായിരുന്നു. പക്ഷെ വേസ്റ്റ് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിനെ അവിടെ ഒന്നും കാണുവാനില്ല. അമ്മയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സോളിനെ വിളിച്ചറിയിക്കുന്നു. സോളും ഇപ്പോൾ ടൈസങ്ങിന്റെ ഒപ്പം ചേർന്ന് അന്വേഷണമൊക്കെ നടത്തുകയാണ്. ചേട്ടനും ഹിഞ്ചും വഴിയിലൂടെയും നടക്കുന്നൊക്കെയുണ്ട്. സഞ്ജയുടെ അച്ഛന്റെ കടയിലൊക്കെ ആയിരുന്നു മുത്തശ്ശിയും പോയിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശി ഒരുപാട് ഫുഡൊക്കെ മേടിച്ചത് കൊണ്ട് തന്നെ സ്റ്റാഫും മുത്തശ്ശിയുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സഞ്ജയുടെ അച്ഛനെയും അറിയിക്കുന്നു. അച്ഛനും മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു മുത്തശ്ശിയും നിങ്ങൾ താമസിച്ച വീടിന്റെ ഓപ്പോസിറ്റ് താമസിച്ച ആൾക്കാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ അവർ ആ പരിചയമൊക്കെ പുതുക്കുവാനായിട്ട് ഒന്നിച്ചിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നു. ഞാനായിട്ട് മകനെ പുകഴ്ത്തുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അച്ഛൻ 10 കൊറിയയിലെ ആൾക്കാരെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ 11 പേർക്കും എന്റെ മകനെ നന്നായി തന്നെ അറിയാം, അവൻ അത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊക്കെ അച്ഛനും പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അച്ഛൻ ഒരുപാട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജയും അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. സഞ്ജയനെ കാണുന്ന മുത്തശ്ശിയും തന്റെ ഹസ്ബൻഡാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന രീതിയിലാണ് സഞ്ജയുടെ അടുത്ത് പെരുമാറുന്നത്. ഇന്നലെ നീ എവിടെ പോയതായിരുന്നു എന്നൊക്കെ മുത്തശ്ശി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഒക്കെ താഴേക്ക് പോകുന്നതും. അത് കണ്ടിട്ടുണ്ടായിരുന്ന അച്ഛനും അതൊക്കെ സഞ്ജയനെ ഏൽപ്പിക്കുന്നു. മുത്തശ്ശിക്ക് ഡിമെൻഷ്യൊക്കെ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുള്ളതും അച്ഛൻ കാണിച്ചൊക്കെ കൊടുക്കുകയാണ്. മുത്തശ്ശിയും സോളും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയ്ക്ക് എതിർവശത്തൊക്കെ ആയിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നത്. മുത്തശ്ശിയും ഒരു ബസ്സിലൊക്കെ കയറിപ്പോകുന്ന കാഴ്ചയായിരുന്നു അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും ടൈസങ്ങും കാണുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ടൈസങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അമ്മയുടെ കോള് സോളിന് വരുന്നത്. മുത്തശ്ശി പണം അടയ്ക്കാതെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. റെസ്റ്റോറന്റിന്റെ ഓണർ ആക്കട്ടെ ഞങ്ങളെ കോണ്ടാക്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിനെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുമാണ് സോളും ഒന്ന് സമാധാനിക്കുന്നത്. ടൈസങ് ഇപ്പോൾ സോളിനെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആക്കുകയാണ്. ഇവിടെ അടുത്തായിട്ടാകട്ടെ ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തെളിവൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നീ വീട്ടിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെയാണ് ടൈസങ്ങും പറയുന്നത്. നിനക്ക് വണ്ടി ഓടിക്കുവാൻ സാധിക്കാത്ത ഏതെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വന്ന് നിന്നെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ആക്കിക്കോളാമെന്നൊക്കെ ടൈസൺ പറയുമ്പോഴാകട്ടെ നിന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ നീ പെരുമാറിയാൽ മതി എന്നാണ് സോൾ പറയുന്നത്. ടൈസങ്ങും നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്നാണല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലാതെ നീ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുകയാണ്. അങ്ങനെ ടൈസൺ അവിടെ നിന്നും പോകുമ്പോഴത്തേക്കുമാണ് അത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യവും സോൾ കേൾക്കുന്നത്. സഞ്ജയ് ആയിരുന്നു കാറിലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോളിന്റെ അഡ്രസ് ഒക്കെ കണ്ടെത്തി സോളിനെ കാണുവാനായിട്ട് ആർക്കും സഞ്ജയ് എത്തിയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് സോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയും ഡോറൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും നിന്റെ ഒപ്പം കാറിലൊന്നും വരുവാനായിട്ട് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് സോളും നിൽക്കുന്നു. സോളും പലതവണ അവനോട് പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവനും പോകാതെ നിൽക്കുമ്പോഴത്തേക്കും സോളായിട്ട് തന്നെ മുന്നോട്ടൊക്കെ പോകുകയാണ്. പക്ഷെ അവളുടെ ഡ്രസ്സിൽ ആരോ പിടിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അത് സഞ്ജയ് ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അവളും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് മുത്തശ്ശിയായിരുന്നു. എന്റെ അച്ഛന്റെ റെസ്റ്റോറന്റിലായിരുന്നു മുത്തശ്ശി ഉണ്ടായിരുന്നത്. ഞാനും നിന്റെ മുത്തശ്ശിയാണ് ഇതേന്നൊക്കെ അറിഞ്ഞപ്പോൾ ഷോക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സഞ്ജയും പറയുകയാണ്. ഇതേ സമയത്ത് അവിടേക്ക് അമ്മയും എത്തുന്നു. അമ്മയ്ക്കും ഇപ്പോൾ മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സോളിന്റെ അടുത്താണ് സഞ്ജയ്ക്ക് ഒരു കോഫിയൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് അമ്മ പറയുന്നത്. സോളും അവൻ അങ്ങനെ പോകുമെന്നൊക്കെ വിചാരിച്ച് അവന് നന്ദിയൊക്കെ പറഞ്ഞു വിടുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും കോഫി വേണമെന്നൊക്കെ അവൻ പറയുന്നത് കൊണ്ട് തന്നെ കടയിലെത്തിയ ഒരു കോഫിയൊക്കെ അവളും അവന് മേടിച്ചു കൊടുക്കുന്നു. എന്റെ ഇമേജിനെ കുറിച്ചെങ്കിലും നീ ചിന്തിക്കണ്ടേ, ഞാൻ വലിയൊരു സെലിബ്രിറ്റിയാണ്. അങ്ങനെ ഇരിക്കെ നിന്റെ ഒപ്പം എന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെന്നൊക്കെ അവർ തെറ്റിദ്ധരിക്കുന്നതായിരിക്കുമെന്നൊക്കെ സഞ്ജയും പറയുന്നു. പക്ഷെ ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോൾ ഇരിക്കുന്നത്. സഞ്ജയ്ക്ക് റൊമാൻസ് ഒന്നും വരികയില്ലെന്നായിരുന്നല്ലോ സോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഒരു ഡ്രാമയിൽ നിന്നും അവനെ ഒഴിവാക്കിയതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജയ് സോളിന്റെ അടുത്തേക്കൊക്കെ നിന്നിട്ട് അവളുടെ കണ്ണിലേക്കൊക്കെ നോക്കിയതിനു ശേഷം എന്റെ നോട്ടത്തില് റൊമാൻസ് ഉണ്ടെന്നാണല്ലോ പല ആൾക്കാരും പറയുന്നത്, നിനക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ സഞ്ജയും ചോദിക്കുന്നു. ചുറ്റുമുള്ള എല്ലാ പരസ്യത്തിലും അവന്റെ മുഖമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ഫ്രഷ് ആയിട്ടുള്ള എന്നെയല്ലേ ഈ ഒരു റൊമാൻറ്റിക് മൂവിക്ക് ആവശ്യമെന്ന് കൂടി അവന് ചോദിക്കുകയാണ്. രണ്ട് കുട്ടികളൊക്കെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് അവന്റെ മുമ്പിലായിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ആ രണ്ട് കുട്ടികളെയൊക്കെ സഞ്ജയും അടുത്തേക്കൊക്കെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ ഫോട്ടോ ആണോ അതോ ഓട്ടോഗ്രാഫ് ആണോ വേണ്ടതെന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴാകട്ടെ അവരും കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവന് കൊടുത്തതിന് ശേഷം കുറച്ച് സിഗരറ്റ് ഒക്കെ നൽകാമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ കുട്ടികൾ സഞ്ജയനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സഞ്ജയും തന്റെ അഭിമാനമാണ് വലുതെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന പരസ്യത്തിന്റെ ഒരു പോസ്റ്ററൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാകട്ടെ അവന് കോഫി വേണമെന്നാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളും ഒരു കാര്യം ചെയ്യുക, ആ ഒരു സിഗരറ്റൊക്കെ മേടിച്ചിട്ട് മിച്ചമുള്ള പൈസക്ക് നീയും കോഫിയൊക്കെ മേടിച്ചോ എന്നായിരുന്നു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൊത്തത്തിൽ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അവനും
ദേഷ്യപ്പെട്ട കുട്ടികളൊക്കെ പറഞ്ഞയക്കുമ്പോഴത്തേക്കും അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന സോളും ഭയങ്കര ചിരിയാണ്. അവർ തിരിച്ചു വരുന്ന സമയത്താകട്ടെ നമ്മൾ പണ്ട് നെയ്ബേഴ്സ് ആയിരുന്നു എന്നൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് നീ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സംശയം ചോദിക്കുകയാണ്. സോളും ഞാൻ നിന്നെ കണ്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നീയും എന്നെ കാണുവാനായിട്ട് സാധ്യത ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വെറും യാദൃശികം മാത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നേരത്തെ അവൻ നെയ്ബറായിട്ടൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവനെ ഈ ഒരു സിനിമയിലേക്ക് എടുക്കുകയില്ല എന്നൊക്കെയാണ് സോളിന്റെ തീരുമാനവും. സോള് തിരിച്ച് വീട്ടിലേക്കൊക്കെ കയറിപ്പോകുന്നത് സൺജയ് നോക്കി നിൽക്കുമ്പോഴാകട്ടെ ഇതിനു മുമ്പും താൻ ഇങ്ങനെയൊക്കെ നിന്നിട്ടുള്ളതായിട്ടൊക്കെ അവനും തോന്നുകയാണ്. അമ്മയും അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയൊരു ആലോചനയിലേക്കാണ് സോളും. അമ്മ അവനെ കുറിച്ച് ഓർത്തെടുക്കാതിരിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാമയിലൊക്കെ അവൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് സഞ്ജയുടെ പേരും കൂടി അമ്മ ഓർത്ത് പറയുന്നു. പക്ഷേ അത് അവനല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടും സോൾ ശ്രമിക്കുകയാണ്. മുത്തശ്ശിനെ ഒരിക്കലും ഇതുപോലെ തനിച്ച് ആ ഒരു റെസ്റ്റോറന്റിലേക്കൊന്നും പോകാനായിട്ട് പാടില്ല എന്നൊക്കെ സോള് മുത്തശ്ശിയോട് പറയുമ്പോഴാകട്ടെ എന്ത് തന്നെ ആയാലും ഞാൻ ചെയ്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലേ, നീയും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശിയും ചോദിക്കുകയാണ്. മുത്തശ്ശിക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ഇരിക്കും. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന സോളും ഇപ്പോൾ ആകെ വിഷമിക്കുകയാണ്. ആ സ്റ്റോക്കർ ആയിട്ടുള്ള പെൺകുട്ടീനെയൊക്കെ കാണിക്കുകയാണ്. ഇതിനു മുമ്പും ഒരാള് തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയ രീതിയിൽ തന്നെയാണ് ഇവളെയും തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പ്രതികളും ഒരേ ആൾ തന്നെ ആണെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല അവളെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അടുത്തുണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് അവൾ സഹായമൊക്കെ ചോദിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചു. ആ പെൺകുട്ടിയും ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ടൈസിങ്ങിന്റെ അടുത്ത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞും കൊടുക്കുന്നു. ഹ്യുൻജു ചേട്ടന്റെ അടുത്ത് ആകെ ദേഷ്യത്തിലേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഹ്യുൻജുവിന്റെ അടുത്ത് ഒരുപാട് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഹ്യുൻജു അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അമ്മയ്ക്ക് അച്ഛനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലെന്നാണല്ലോ തോന്നുന്നതെന്നൊക്കെ ഹ്യുൻജുവിന്റെ കുട്ടി ചേട്ടനോട് ചോദിക്കുമ്പോഴാകട്ടെ ഞാൻ ഇപ്പോൾ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്. ആ കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ സുന്ദരികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്നെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് ഒക്കെ കാണുന്ന ഹ്യുൻചുവും അവൻ ഇതുപോലെ പണമൊക്കെ ചെലവാക്കി കളയുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ടിക്കറ്റ് കൂടി എടുക്കുന്നുണ്ട്. സൺജിക്ക് ഈ ഒരു മൂവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ ഒരു മൂവി സഞ്ജയനെ വെച്ച് തന്നെ ചെയ്യണമെന്നൊക്കെയാണ് ബോസും സോളിനോട് പറയുന്നത്. പക്ഷെ സഞ്ജയോടൊപ്പം തനിക്ക് വർക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്ന സോളാകട്ടെ അപ്പോൾ തന്നെ കമ്പനിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് തന്റെ ID കാർഡൊക്കെ ബോസിന്റെ കയ്യിൽ ഊരി കൊടുത്തിട്ട് പോകുന്നു. ഹ്യുൻജുവും കാര്യമൊക്കെ സോളിന്റെ അടുത്ത് തിരക്കുമ്പോഴാകട്ടെ നീ അറിയാതെ സ്ക്രിപ്റ്റ് ഒക്കെ അവന് മാറ്റി അയച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും അവനെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയാമോ? എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോൾ ആകെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. സോളിന്റെ ബോസ് മാനേജറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വർക്ക് സഞ്ജയനെ തന്നെ ഏൽപ്പിക്കുവാനായിട്ടാണ് ബോസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ സോൾ ആയിരിക്കുകയില്ല ആ ഒരു വർക്കിൽ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടാവുക എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ മാനേജറും ഇപ്പോൾ സഞ്ജയോട് പറയുകയാണ്. നീ എന്തിനാണ് ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആ ഒരു റോളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ സഞ്ജയുടെ അടുത്ത് മാനേജർ ചോദിക്കുമ്പോഴാകട്ടെ ഈ കഥയിലെ നായികനെ ഓർത്തിട്ടാണ് ഈ ഒരു സ്റ്റോറിയൊക്കെ ചെയ്യണമെന്ന് തനിക്ക് വാശിയുള്ളതെന്നാണ് അവനും അറിയിക്കുന്നത്. സോളിനെ കോളൊക്കെ ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സോൾ മനഃപൂർവ്വമായിട്ട് ജോലിയൊന്നും രാജിവെച്ച് പോയതായിരിക്കുകയില്ല എന്നൊരു വിശ്വാസത്തിലാണ് ബോസും അതുപോലെ തന്നെ ഹ്യുൻജുവും ഉള്ളത്. ഹ്യുൻജുവും ചോയോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അടുത്തുണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് ഒക്കെ അവൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ലോട്ടറിയിൽ പ്രൈസ് ഒക്കെ അടിച്ചു എന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ തന്നെ അവൾക്ക് ബോധവും പോകുന്നു. സോളും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും സഞ്ജയുടെ കൂടെ അവിടേക്ക് അവൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഓർക്കുന്നത്. അവളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മണിക്കൂറുകൾ പോയത് പോലും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇപ്പോഴാകട്ടെ അതിലൊരു റൈഡൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ കയറുവാനായിട്ടൊക്കെ അവൾക്കും തോന്നുന്നു. സൺചയും അതേ പാർക്കിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. അവനൊരു പരസ്യത്തിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ക്യാൻസൽ ആയ വിവരമൊക്കെ മാനേജറും അവനെ അറിയിക്കുന്നു. ടൈസണും CCTV ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാളുടെ രൂപമൊക്കെ അവൻ കാണുകയാണ്. മാത്രമല്ല സ്റ്റോക്കർ തയ്യാറാക്കിയ രൂപരേഖയും കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് രണ്ടും ഒരേ ആളാണെന്നുള്ള കാര്യമൊക്കെ ടൈസണും മനസ്സിലാക്കുന്നു. സോളും ഫെറീസ് വീലിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും സഞ്ജയ് കൂടി അതിലേക്ക് ഓടി കയറുകയാണ്. അതായത് അവനും ഷൂട്ടിങ്ങിനൊക്കെ ഇവിടെ എത്തിയതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ എഴുതിയിട്ടുണ്ടായിരുന്ന സ്റ്റോറിയിൽ ഈ ഒരു റൈഡിലൊക്കെ കയറുന്ന സീനും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഓർത്തപ്പോഴത്തേക്കും ഇതിലെ കയറിയതാണെന്നാണ് പറയുന്നത്. എന്തായാലും അവന്റെ കൂടെ അവിടെ ഇരിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഓൾറെഡി റൈഡൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ നിന്നും ഇറങ്ങുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യം അവളും മനസ്സിലാക്കുന്നു.
സോളും ആ ഒരു മൂവിയുടെ ഭാഗമാക്കുകയില്ല എന്നൊക്കെ അറിഞ്ഞതിനെ കുറിച്ച് അവൻ പറയുമ്പോഴാകട്ടെ താൻ ജോലിയൊക്കെ രാജിവെച്ചു എന്നായിരുന്നു സോൾ പറയുന്നത്. മാത്രമല്ല സൺജോട് മിണ്ടാതെയൊക്കെ ഇരിക്കുവാനായിട്ട് പറയുമ്പോൾ ആ ഒരു മൂവിയൊക്കെ സാഡ് എൻഡിങ് ആണല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെയാക്കിയത്? ശരിക്കും ആ കഥയൊക്കെ അങ്ങനെയാണോ അവസാനിക്കുന്നതെന്നൊക്കെ അവനും ചോദിക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ഒരു സാഡ് എൻഡിങ് അല്ല, മറിച്ച് അതൊരു ഹാപ്പി എൻഡിങ് ആണ്. അവൾക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ അതൊരിക്കലും സാഡ് എൻഡിങ് ആക്കുകയില്ല എന്നൊക്കെ സോൾ പറയുമ്പോഴാകട്ടെ അവൾക്ക് അവളുടെ പ്രണയം തന്നെയാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെയിരിക്കെ അതെങ്ങനെയാണ് ഒരു ഹാപ്പി എൻഡിങ് ആകുക എന്നൊക്കെയാണ് സഞ്ജയും ചോദിക്കുന്നത്. നീ തന്നിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴാകട്ടെ അതിലെ പല കാര്യങ്ങളും ഞാൻ സ്വപ്നം കാണുവാൻ തുടങ്ങി. മാത്രമല്ല ഇതെല്ലാം ഞാൻ അനുഭവിച്ച രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാർക്കിലൊക്കെ എത്തിയ സമയത്ത് പോലും ഞാൻ എന്നെ തന്നെ എന്റെ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് സഞ്ജയ് അറിയിക്കുന്നതും. അതെന്താ വല്ല തെറ്റുമാണോ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴാകട്ടെ നീ എന്റെ കൂടെ കൂടുകയാണെങ്കിൽ ഒരു പക്ഷെ നീ മരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ അത്രയും വരെ പറയുകയാണെങ്കിൽ നീയും അതിനൊക്കെ തയ്യാറാകുമോ എന്നൊക്കെ സോളും ചോദിക്കുന്നു. നിന്റെ കൂടെ കൂടുവാനായിട്ട് മരണത്തെയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ പോലും ഞാൻ അതിനൊക്കെ തയ്യാറാണെന്നുള്ള രീതിയിലൊക്കെ സഞ്ജയ് സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു റൈഡിലൊക്കെ ഒരു കുലുക്കമൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ സോൾ വീടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സഞ്ജയും അവളെ പിടിക്കുന്നു. അപ്പോഴായിരുന്നു സഞ്ജയുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുന്നത്. ഇതിനു മുമ്പ് സോളിന് സഞ്ജയ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റിലുണ്ടായിരുന്ന അതേ മാല തന്നെ ആയിരുന്നു ഇതും. അങ്ങനെ ഇരിക്കെ വീണ്ടും ആ റൈഡ് ഒന്നും കൂടി ഒന്ന് കുലുങ്ങുമ്പോഴത്തേക്കും സോൾ വീഴുവാനായിട്ട് തുടങ്ങുകയും സഞ്ജയ് അവളെ പിടിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ പോക്കൊക്കെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ വെച്ച് മരിക്കുമല്ലോ എന്നൊക്കെ സഞ്ജയ് തമാശയായിട്ടും അവളോട് പറയുന്നു. ഈ ഒരു ഫെറിസ് വീൽ പോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെയും വിധി ഒരു വൃത്തം പോലെ തന്നെ കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നായിരുന്നു ആ നിമിഷം സോളും ഓർക്കുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.